ഡി 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 വേണ്ട കേട്ടോ. ചുമ്മാതല്ലേ ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് മൂന്നെണ്ണത്തിനും കാണാനല്ലോ. വിളിച്ചോക്കാം. ഹലോ എടി സീനി, ഞാനിവിടെ എത്തി. നിങ്ങൾ എവിടെയാ? ഞാനിവിടെ നമ്മുടെ വാഗ സ്പോട്ടില്ലേ അവിടെ. ശരി, വേഗം വാ. എന്താടി മൂന്നിന്റെ മുഖത്തൊരു പവർ കട്ട് പോലെ? എന്താ വല്ല പ്രശ്നമുണ്ടോ? എടീ അത് പിന്നെ നീ അതങ്ങോട്ട് കാണിച്ചു കൊടുത്തില്ലേ സാ? ഇതാ നോക്ക്. എന്താ ഇത്? എടീ ഇതൊന്നിവിടെ നോട്ടീസ് ബോർഡിൽ കണ്ടതാ. അത് നീയും ലിസയും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ. ഞാനും ലിസും തമ്മിലുള്ള കോമ്പറ്റീഷനോ? ഞാനറിയാതെ ഒന്ന് പോടി അവിടുന്ന്. എടി ഇത് നീ ചിന്തിക്കുന്ന പോലെ അത്ര ഈസി അല്ല. ഇതുള്ളതാ. ഒന്ന് പോടി അവിടുന്ന് പൊട്ടത്തി. നിങ്ങളെ ബ്ലെയിം ചെയ്യാനായിട്ട് ആരും ഇതൊക്കെ പൊട്ടത്തികള്. എടി അല്ല, ഞാൻ ചേനെ വിളിച്ച് ചോദിച്ചതാ. ലിച്ച പറഞ്ഞേ അത് അവളുടെ പണിയാ. ആ എടി ഇത് സംഭവം മറ്റതോ? എടി നീ ഇന്നലെ അവളായിട്ടൊരു സീൻ ഉണ്ടായല്ലോ. അപ്പം അതിനുള്ളൊരു മറുപടിയായിട്ടാണ് എനിക്കിതിനെ നോക്കിക്കാണാനുള്ളത്. മതി നീ നോക്കിക്കട്ടത്. ഹോബി, നീ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന കാര്യം അത്. ഇത്രയ്ക്ക് വലിച്ചു നീട്ടുന്ന കാര്യമുണ്ടോ? എന്തായാലും അവളായിട്ട് തുടങ്ങിയതല്ലേ ജീനി. ഞാനായിട്ട് അവസാനിപ്പിച്ച അതൊരു മര്യാദക്കേടല്ലേ? നോക്കട്ടെ എവിടെ വരെ ഈ വണ്ടി പോകുന്നത് നമുക്ക് നോക്കാം. മൂത്രമൊക്കെ മുട്ടി ഇത്ര ബുദ്ധിമുട്ടുണ്ടാവും. എന്തൊരു സമാധാനം. ഓ നമ്മളൊക്കെ എവിടെ നോക്കി നടക്കുവാടോ? എന്റെ തലയിടിച്ച്. ഓ ഐ ആം സോറി. ഓ സോറി. ഇറ്റ്സ് ഓക്കെ. അതെ, എന്താ? ഈ BSc ഫിസിക്സ് ക്ലാസ് അവിടേക്ക് ഞാനും പോന്നു. കൂടെ ഇറങ്ങി പോന്നു. ന്യൂ അഡ്മിഷൻ ആണോ? ന്യൂ അഡ്മിഷനാണ്. ഓ എന്താ ഇത്ര ലേറ്റ് ആയേ? അല്ല, ക്ലാസ് തുടങ്ങിയിട്ടൊക്കെ കുറച്ച് ദിവസമായല്ലോ. ഞാൻ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഒരു ട്രിപ്പിലായിരുന്നു. ഓക്കെ, ഇതാ ക്ലാസ്. പോവാ. ഇല്ല, താൻ പൊക്കോ, ഞാൻ വന്നോളാം. എനിക്ക് പ്രിൻസിപ്പൽ സാറിനൊന്ന് കാണണം. ഓക്കെ, ബൈ. ആരാ ഡിസിനിക്കോ സാർ? ആ ഇവിടേക്കുള്ള ന്യൂ അഡ്മിഷനാന്നാ പറഞ്ഞ. വരുന്ന വഴിയിൽ കൂട്ടിമുട്ടിയതാ. ഒരു ശക്തി കിട്ടും. അല്ലാതെ എനിക്ക് എങ്ങനെയാ ചേക്കുന്നതിന്? തോന്നട പ്രിൻസി വരുന്നു. സൈലൻസ്. എന്റത് ചന്തയാണോ? ഒരു മാനേഴ്സ് ഇല്ലാത്ത. Good morning, sir. Good morning. Sit. So students, today I am here to introduce our new faculty who is taking your physics. നിങ്ങളെല്ലാവരും അറിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ രാമകൃഷ്ണൻ സാർ കുറച്ച് ദിവസത്തേക്ക് ലോങ് ലീവ് എടുത്തേക്കുവാണ്. അതുകൊണ്ട് അതുവരെ ഈ സാറായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ഹിസ് മിസ്റ്റർ ബിനോയ് മാത്യു. സോ യു ക്യാൻ ക്യാരി ഓൺ. കർത്താവെ, ചതിച്ച് എന്റെ ഒരു പ്രൊഫസറായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഈ ക്ലാസ്സിലെ പിള്ളേർ കുറച്ച് പ്രശ്നക്കാര്. ഫസ്റ്റ് ഇയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഇവരെ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഫോം മീ. ഓക്കെ, ശരി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എൻ്റെ വീട് ഇവിടെ തിരുവല്ലയിലാണ്. ഞാൻ നിങ്ങൾക്ക് ഫിസിക്സ് എടുക്കാൻ പോകുന്ന പുതിയ സാറാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ? സർ, സാറിന്റെ കല്യാണം കഴിഞ്ഞതാണോ? വാട്ട്?
അല്ല സാറിന്റെ മാരേജ് കഴിഞ്ഞോന്ന്? അത് ഞാൻ കുട്ടിക്ക് പതുക്കെ പറഞ്ഞു തന്നാ പോരെ. യു മേ സിറ്റ് നൗ. ഓക്കെ സാർ. Silence. So we are going to move to first class. എന്റെ പൊന്നെ കഴിഞ്ഞ് എന്തുവായിരുന്നടി അത്? അവരെന്താ ഷേക്സ്പിയറിന്റെ പോയമാണോ അവിടെ നിന്ന് വായിക്കുന്നുണ്ടായിരുന്നത്? ഫുൾ ഇംഗ്ലീഷ്, ഒരു തേങ്ങ മനസ്സിലായില്ല. അല്ലെങ്കിൽ തന്നെ ഈ വിഷയം കുറച്ച് ടഫാ. അതിന്റെ ഇടയിൽ അവരോട് ഒരു ഉലക്കെടുത്ത് ഇംഗ്ലീഷ്. എന്തൊക്കെ ആയാലും നോക്കിയിരുന്ന സമയം കളയാനുള്ള ആളൊക്കെ ഉണ്ടങ്ങേര്. അയ്യടാ, അത് പറയുമ്പോ എന്താ വായിന്ന് തേനടിക്കുന്നത്, തടച്ചു കാണാ. ഹലോ ഗൈസ്, എല്ലാരും ഒന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കണേ. ലിസ, എന്റെ പൊന്നെ കർത്താവ്, ഇനി പെണ്ണിവിടെ കിടന്ന് എന്തോ കലമ്പാണോ ഒപ്പിക്കാൻ പോകുന്നത്. ഹോബി, നീ പ്രശ്നത്തിനൊന്നും നിൽക്കരുത്, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. നീ ഒന്ന് അടങ്ങന്റെ ജീനി. അവൾ എന്താ ചെയ്യാൻ പോണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആരാന്ന് ഇവിടെയുള്ളവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി അറിയിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എന്റെ പേര് ലിസ, ഞാൻ നിങ്ങളുടെ സീനിയറാണ്. പിന്നെ ഞാനിപ്പോ എന്താ ഇവിടെ നിക്കണേന്ന് വെച്ചാ, നിങ്ങളുടെ ബാച്ചിലെ ഹോബി ഉണ്ടല്ലോ, എവിടെ? ആ, ആരത്? എല്ലാരും ഉണ്ടല്ലോ. ഹോബി, അപ്പൊ എങ്ങനെ നോട്ടീസ് ബോർഡിലെ ഞെട്ട ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയതാണല്ലോ അല്ലെ? ഐ എം ചാലഞ്ചിങ് യു പബ്ലിക്കലി. ആർ യു റെഡി ടു കോമ്പറ്റേറ്റ് വിത്ത് മീ? ചേച്ചിയുടെ ഒരു കാര്യം. എന്താടി മോളെ ചിരിച്ച പുച്ഛിക്കാ നീ? അയ്യോ അല്ലല്ല, ചേച്ചീനെ പുച്ഛിക്കാൻ ഞാൻ ആരാ? പാവല്ലേ ചേച്ചീന്, ചേച്ചി പൊക്കോട്ടെ. ഡി വെല്ലാണ്ടങ്ങോട്ട് കിടന്ന് വിളയല്ലേ നീ? അയ്യോ, അത് ചേച്ചി എന്നെ വല്ലാത്ത തെറ്റടിച്ചാണ് കേട്ടോ. നീ അത്ര വലിയ ധൈര്യശാലാണെങ്കിൽ then why don't you accept my challenge? എന്തായാലും നിന്നേറ്റ് 1-2 ഓണം കൂടുതലുണ്ട് എന്റെ അധികാരത്തിൽ എന്താ പറയാന്ന് വിചാരിച്ചു. എപ്പോ, എവിടെ, എന്ന് എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അവിടെ വന്ന് ഇത്രയും സ്റ്റുഡൻസിന്റെ മുന്നേ വെച്ച് നിനക്ക് ഞാൻ പറഞ്ഞ ചാലഞ്ച് ചെയ്യാൻ പറ്റോ ഇല്ലേ? ഇഫ് ഐ വിൻ, കോളേജ് അല്ലേ, ഇനിയും കുറെ പ്രോഗ്രാമൊക്കെ കാണും. ഡാൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിട്ട് സെലക്ഷന് പോലും ഉണ്ടാവരുത്. ഓക്കെ, റെഡി, ഡീൽ. ഇവിടെ കൂക്കി നിൽക്കുന്ന ഭ്രാന്താണോ? ഇങ്ങനെ മിണ്ടായിരിക്കും അവിടെ. പിന്നെ ചേച്ചിയുടെ ഭീഷണിയാണ്ട് പേടിച്ചിട്ടൊന്നല്ല, കാരണം കോളേജ് ചേച്ചിയുടെ ഡാഡിയുടെ ഭാഗ്യമൊന്നല്ലല്ലോ. ദീ നിന്നെ ഹാർഡങ്ങി ചേച്ചി. ചേച്ചി പറഞ്ഞ പോലെ എപ്പോ, ഇന്ന്, എവിടെ, അതൊക്കെ ചേച്ചി തന്നെ തീരുമാനിച്ച് ഞങ്ങളങ്ങോട്ട് അറിയിച്ചാൽ മതി. എവിടെ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞ ചാലഞ്ച് ചെയ്യാൻ അവൾ തയ്യാറാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ കോളേജിലെ പ്രോഗ്രാംസിലൊന്നും അവളെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആശ കൊണ്ടൊന്നല്ല, അങ്ങനെയെങ്കിലും നിന്റെ ശല്യം തീർന്നോട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. വാടി ഇങ്ങോട്ട്. അപ്പൊ പിന്നെ ലിസ ചേച്ചി അവള് പറഞ്ഞ പോലൊക്കെ തന്നെ എന്നാ ഞങ്ങളങ്ങോട്ട് അറിയിച്ചാ മതി കേട്ടോ. ആ, ജിമ്മി ചേട്ടോട് മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാരും ഉണ്ടല്ലോ. അപ്പം നിങ്ങളെല്ലാരും അറിഞ്ഞാണല്ലോ അല്ലേ? ഞാനും ലിസ ചേച്ചി തമ്മിലൊരു കോമ്പറ്റീഷനാണ്. ബാക്കി ചേച്ചി തീരുമാനിച്ചിട്ട് അറിയിക്കും. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. നിക്ക് പോവാൻ വരട്ടെ. എനിക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊന്നല്ല, നമ്മുടെ എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഫസ്റ്റ് കമന്റ് ബോക്സിൽ ഡ്യൂറേഷൻ കുറവാണ് എന്നുള്ള അഭിപ്രായം അല്ലെങ്കിൽ ആ കമന്റ് നമ്മൾ നിരോധിച്ചു ഈ എപ്പിസോഡിൽ. കാരണം എന്റെ മൊബൈലിന്റെ ഡിസ്പ്ലേ അടർന്നിരിക്കുകയാണ്. അത് ഇങ്ങനെ സൈഡിൽ നിന്ന് അത് പൊളിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ഇങ്ങനെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തെടുത്തത് കേട്ടോ. ഇല്ലാത്ത സമയം എടുത്തുണ്ടാക്കിയ ഒരു എപ്പിസോഡാണ്. സോ ആരും ഡ്യൂറേഷൻ കുറവാന്ന് പറയരുത് തന്നെ. എന്നാൽ ആവുന്ന വിധം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഹെവൻ ഫോർ എവർ ഇടൂ എന്ന്
ഒത്തിരി പേര് ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുമ്പം നിങ്ങളുടെ ആ ഒരു ആകാംക്ഷ കാരണം മാത്രമാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടത്. അപ്പൊ എല്ലാരും നമ്മുടെ എപ്പിസോഡ് കാണാം, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് ഞാൻ എല്ലാ ഇതിലും പറയുന്ന കമന്റ് ഇടണം, അറ്റ്ലീസ്റ്റ് ലൈക്കെങ്കിലും ചെയ്യണമെന്ന്. പക്ഷെ അതുപോലെയല്ല ഇത് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് എടുത്തിയതാണ്. അതുകൊണ്ട് ഒരു ലൈക്കെങ്കിലും ഞാൻ അർഹിക്കുന്നില്ലേ ആർമീസെ. അപ്പൊ ഒരു ലൈക്കെങ്കിലും